ഹായ്, ഇന്നൊരു ഈവനിങ് വ്ളോഗാണ്. ഈവനിങ് വ്ളോഗെന്ന് പറയുമ്പം ഫുള്ള് നൈറ്റ് വരെ ഒന്നുമില്ല. ഈവനിങ്ങിൽ ഒരു കുറച്ച് സമയം മാത്രം, നമ്മൾ ചായ കുടിക്കുന്നതൊക്കെ ഒരു സമയമുണ്ടല്ലോ, ആ ഒരു സമയത്തെയാണ് വീഡിയോ ആണ് ഇടുന്നത്. അപ്പം ഞാൻ കുളിച്ച് ഒരു 5 മണിയൊക്കെ ആയി കാണും. കുളിച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഒന്ന് ഒരുങ്ങിയേക്കാമെന്ന് വിചാരിച്ചു. സാധാരണ ഞാൻ കുളിച്ച് കഴിഞ്ഞാൽ ഉടനെ ഒന്നും ഇങ്ങനെ ഒരുങ്ങത്തൊന്നുമില്ല. മുടിയൊക്കെ ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ മുടിയൊക്കെ ചെയ്യത്തുള്ളൂ. വീട്ടിൽ നിൽക്കുമ്പോൾ അങ്ങനെ ഒരുങ്ങലൊന്നുമില്ല, പുറത്ത് പോകുമ്പോൾ മാത്രമേ ഉള്ളൂ ഒരുങ്ങൽ. അപ്പം ഞാൻ എന്തായാലും വീഡിയോ എടുക്കുമല്ലേ എന്ന് വിചാരിച്ചു ഒന്ന് കണ്ണെഴുതി, പിന്നെ ഒരു പൊട്ടും തൊട്ടു, പിന്നെ പതിവില്ലാതൊരു സിന്ദൂരം ഇട്ടു. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരത്തെ ചായക്കുള്ള പരിപാടിയാണ്. ഇന്ന് പഴംപൊരിയാണ് ഉണ്ടാക്കാൻ ഞാൻ പ്ലാൻ ചെയ്തത്. അങ്ങനെ എല്ലാ ദിവസവും ഒന്നും അങ്ങനെ നമ്മൾ ഉണ്ടാക്കാറില്ല, ടൈം കിട്ടുമ്പോഴൊക്കെ ഉണ്ടാക്കും. കുഞ്ഞാണെങ്കിൽ ഉറക്കം എണീറ്റിട്ട് വന്നതേ ഉള്ളായിരുന്നു. അപ്പോൾ ഒരു മൂശാട്ടയൊക്കെ ഉണ്ട്. ഉറക്കം എണീറ്റ് കഴിഞ്ഞാൽ ഉടനെ എന്നെ കാണണം, ഞാൻ എടുക്കണം, അങ്ങനെയൊക്കെയുള്ളതാണ് ഒരു പുള്ളിക്കൊരിതുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ വെക്കേഷനാണ്, കുഞ്ഞിനിപ്പം വെക്കേഷൻ ആയതുകൊണ്ട് ഇടയ്ക്ക് ഞങ്ങൾ സമ്മർ ക്ലാസ്സിലൊക്കെ ഒന്ന് വിട്ടായിരുന്നു. പിന്നെ സമ്മർ ക്ലാസ് ആയതുകൊണ്ട് അവരുടെ വാനൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു മാസം ഞാനും ജോലിക്കൊന്നും പോകുന്നില്ലല്ലോ, അപ്പം പിന്നെ ഞാനും കൂടെ ജോലിക്ക് പോയി തുടങ്ങുമ്പോൾ ഇവിടെ വന്ന പിന്നെ ഞാനിപ്പം ഒരു മാസം കഴിഞ്ഞ് 2ാമത്തെ മാസമാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ട്. അപ്പം കുഞ്ഞിക്ക് ഭാഷയൊക്കെ ഒന്ന് തമിഴൊക്കെ ഒന്ന് പഠിച്ചോട്ടെ എന്ന് വിചാരിച്ചിരിക്കുക. അങ്ങനെ വിട്ടതാണ് നമ്മൾ സമ്മർ ക്ലാസ്സിന്. പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ കുറച്ച് എന്തായാലും അടുത്ത മാസം ക്ലാസ് തുടങ്ങുമല്ലോ, ഒരു മാസം ഇവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഭയങ്കര ചൂടുമല്ലേ. അങ്ങനെ കുഞ്ഞി അവിടെ എൻ്റെ കൂടെ സപ്പോർട്ടിന് ഇരിപ്പുണ്ട്. പുള്ളിക്ക് ഇഷ്ടമാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ, ഭയങ്കര ഇഷ്ടമാണ്. എന്നോട് എപ്പോഴും പറയാം അമ്മയെ ഹെൽപ്പ് ചെയ്യാം, ഞാൻ അമ്മയെ ഹെൽപ്പ് ചെയ്യാം ഒക്കെ പറയാം. അപ്പോൾ പഴംപൊരിക്കുള്ള 3 ഏത്തയ്ക്ക ഞാൻ ഇന്നലെ തൊട്ടപ്പുറത്ത് ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടെന്നൊക്കെ ഞാൻ ഇതിന് മുന്നേ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അവിടുന്ന് നമുക്ക് വലിയ സൂപ്പർ മാർക്കറ്റാണ് തൊട്ടപ്പുറത്ത്, നമ്മൾ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ തൊട്ടപ്പുറത്താണ്. നടന്നുള്ള ദൂരമേ ഉള്ളൂ, ദൂരം ഇല്ല സത്യം പറഞ്ഞാൽ. അപ്പം അത് നല്ല ഏത്തപ്പഴമായിരുന്നു. അപ്പോൾ കുറേ നാളായിട്ട് വിചാരിക്കുന്നു പഴംപൊരി ഉണ്ടാക്കണം എന്ന്. ഞങ്ങളുടെ നാട്ടിൽ പഴംപൊരി എന്നാണ് പറയുന്നത്, നിങ്ങൾക്കൊക്കെ എന്താണെന്ന് പറയുന്നത് എനിക്കറിയത്തില്ല. അപ്പം ഞാൻ പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടി ഭയങ്കര നീളമുള്ളതായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഒടിഞ്ഞൊക്കെ പോകുന്നുണ്ടായിരുന്നു, മുറിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഒരു വിധത്തിൽ അതെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പം പഴംപൊരിക്ക് വേണ്ടിയിട്ട് അതെല്ലാം ഒന്ന് മുറിച്ച് നമ്മൾ ചെറിയ പീസും വന്നു. അപ്പം മുറിച്ച് കഴിഞ്ഞപ്പോഴത്തേന് വലിയ പീസുമായി. അപ്പോൾ ഇനിയിപ്പം പറക്കാനിടുമ്പോൾ എന്തായി, ഫ്രൈ ചെയ്യാനിടുമ്പോൾ എന്തോ ആവുമെന്ന് അറിയത്തില്ല. കുഞ്ഞ് അവിടെ ഇരുന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. കുഞ്ഞ് അമ്മ അത് വെട്ടിയില്ല അതൊക്കെ പറയുന്നുണ്ട്. കുഞ്ഞ് ഇവിടെ ഇരുന്ന് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഒരു ഇളുവയൊക്കെ ചെയ്യുകയാണ്. ഞാൻ മൈക്കിലല്ല പറയുന്നത്, എനിക്ക് മൈക്കില്ല. അപ്പോൾ ഈ സൈഡ് സൗണ്ട് ഡിസ്റ്റർബൻസ് ഒക്കെ ആവുന്നുണ്ട്. അപ്പോൾ ഒരു വിധത്തിൽ ഞാൻ പഴംപൊരിക്കുള്ള പഴമൊക്കെ ഒന്ന് വെട്ടി മുറിച്ച് വെച്ചു. പക്ഷെ എല്ലാം ഒരു ഷേപ്പൊന്നും അല്ലായിരുന്നു. നല്ലൊരു പഴുത്താണ്, എന്നാൽ കുഴപ്പമില്ല. എനിക്ക് ഇങ്ങനത്തെ ഒരു മീഡിയം, ഒത്തിരി പഴുത്തങ്ങ് ഇങ്ങനെ അളിഞ്ഞിരിക്കുന്ന ഒരു ടൈപ്പ് ഉണ്ടല്ലോ, അങ്ങനത്തെ എനിക്ക് പഴംപൊരി ഉണ്ടാക്കാൻ ഒട്ടും ഇഷ്ടമല്ല. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം. ഞാനങ്ങനെ കുറേ നാളിന് ശേഷമാണ്, ഇത്രയും നാളും 1 വർഷമായിട്ട് ഞങ്ങൾ നാട്ടിലായിരുന്നു. അപ്പോൾ കാര്യമായിട്ട് അങ്ങനെ കുഞ്ഞിക്ക് ഇഷ്ടപ്പെട്ട അങ്ങനെയൊക്കെ ഒന്നും നമുക്ക് പറ്റിയില്ല, ജോലിക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഫ്രീ ആണ് ഞാൻ. അപ്പോൾ എനിക്ക് സമാധാനത്തോടെ കുഞ്ഞിനെ ഉണ്ടാക്കി കൊടുക്കുകയും ടൈമും എല്ലാം ഉണ്ട്, കുഞ്ഞും ഹാപ്പിയാണ്. അതുകൊണ്ടാണ് പിന്നെ ഞാൻ വിചാരിച്ചു ഒരു മാസം എൻ്റെ കൂടെ ഇരിക്കട്ടെ, അടുത്ത മാസം മുതൽ ക്ലാസ് തുടങ്ങുമ്പോൾ കണ്ടിന്യൂസ് അങ്ങ് വിടാം എന്ന് വിചാരിച്ചു. പിന്നെ ആദ്യം എന്നോട് ചേട്ടൻ പറഞ്ഞ് നമുക്ക് വെക്കേഷൻ ക്ലാസ്സിന് വിടാം, കുഞ്ഞിവിടെ ഇരുന്ന് ബോറടിക്കും, ഭാഷയൊക്കെ പഠിക്കും, പിള്ളേരുമായിട്ടൊക്കെ ഇരിക്കുന്ന സന്തോഷമല്ലേ. കുഞ്ഞിന് ഇഷ്ടമാണ് സ്കൂളിൽ പോകുന്ന, ഒരു മടിയൊന്നുമില്ല. അപ്പോൾ കുഞ്ഞിനടുത്ത് മാൽക്കിസ്റ്റിൻ്റെ നമ്മുടെ ബിസ്ക്കറ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇടയ്ക്കിടയ്ക്ക് വന്ന് ചോദിക്കും. അപ്പം അരിഞ്ഞ് വെച്ചിട്ട് ഞാൻ അതിനകത്തോട്ട് ഇച്ചിരി മഞ്ഞൾ ജീരകവും കൂടെ ഇടുന്നത്. പിന്നെ അരിപ്പൊടിയാണ് ഞാൻ ഇതിന് വേണ്ടി എടുക്കുന്നത്. അപ്പം അരിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ജീരകവും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പുകൂടി ഇട്ട് കൊടുക്കും. എന്നിട്ട് വെള്ളത്തിലിട്ട് എന്നിട്ട് കുതിർത്തിട്ട് അങ്ങനെ അതിലോട്ട് നമ്മുടെ പഴം മുറിച്ച് വെച്ചേക്കുന്ന പീസിലോട്ട് ചേർക്കുകയാണ് ചെയ്യുന്നത്. അല്ല ഞാൻ അങ്ങനെ മൈദയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പഞ്ചസാര അങ്ങനെയൊന്നും ഉപയോഗിക്കത്തില്ല. ഇത്രയും സാധാരണ സിമ്പിളായിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പം പിള്ളേർക്ക് കൊടുക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ മൈദ മാക്സിമം അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അരിപ്പൊടിക്കാണെങ്കിലും നല്ല ടേസ്റ്റാണ്. ചിലപ്പോൾ നമുക്ക് ഗോതമ്പൊടിയിലും ഉണ്ടാക്കാറുണ്ട് അരിപ്പൊടി ഇല്ലാത്ത ടൈമിൽ. ഈ അരിപ്പൊടി എനിക്ക് അമ്മ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഞങ്ങളിവിടെ ഇങ്ങോട്ട്
മാറുന്ന സമയത്ത് അമ്മ എനിക്ക് വീട്ടിൽ തന്നെ വീട്ടിലെ അമ്മയെല്ലാം മുളക് പൊടിയാണെങ്കിലും മല്ലിയാണെങ്കിലും പിന്നെ മഞ്ഞൾപ്പൊടി മാത്രം അല്ലാതെ മഞ്ഞൾപ്പൊടിയായിട്ട് തന്നെ മേടിക്കും. ബാക്കി അരിപ്പൊടിയാണെങ്കിലും എല്ലാം അമ്മ തന്നെ അരി ഉണക്കി കഴുകി പൊടിച്ചെടുക്കുന്നത്, അല്ലാതെ അങ്ങനെ മേടിക്കുന്ന പരിപാടി അമ്മയ്ക്ക് അങ്ങനെയില്ല. പിന്നെ ഗോതമ്പ് പൊടിയൊക്കെ പിന്നെ അമ്മ വെളിയിൽ നിന്ന് തന്നെ അമ്മ മേടിക്കുക ചെയ്യുന്നത്. ബാക്കി ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ അമ്മ തന്നെ അരി കഴുകി പൊടിച്ച് അങ്ങനെ എടുക്കും. അത് അമ്മയ്ക്ക് പണ്ടേ ഉള്ള ശീലമാണ്. ഞാൻ കാണുമ്പം പോലെ ഞങ്ങൾക്ക് ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുപോലെ അമ്മ എനിക്ക് അരിയൊക്കെ കഴുകി ഉണക്കി പൊടിച്ച് തന്ന് വിട്ടിട്ടുണ്ടായിരുന്നു. ആ അരിപ്പൊടിയാണ് ഞാനിപ്പോഴും ഉപയോഗിക്കുന്നത്. ഇതുവരെ തീർന്നിട്ടില്ല. എനിക്കൊന്ന് 2 കിലോയിൽ കൂടുതലുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ അരിപ്പൊടിയാണ് ഞാൻ ഇതിനും എടുത്തേക്കുന്നത്. അപ്പോൾ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുകയാണ്. കുറച്ച് നേരം കഴിഞ്ഞാൽ അത് വെള്ളം പിടിക്കുമല്ലോ. അപ്പോൾ നല്ലപോലെ വെള്ളമൊക്കെ ഒഴിച്ച് കുതിർത്ത് വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ ഈ പഴം കൂടെ ഒന്ന് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്ക് നമുക്ക് ചായയൊക്കെ ഉണ്ടാക്കണമല്ലോ. കുഞ്ഞിക്ക് ഇഷ്ടമാണ് പഴംപൊരി, കുഞ്ഞ് കഴിക്കും. അപ്പോൾ കുഞ്ഞിക്കും എനിക്കും ചേട്ടനും എല്ലാവർക്കും പഴംപൊരി ഇഷ്ടമാണ്. നമ്മുടെ സിനിമയിൽ പറയുന്ന പോലെ രതീഷ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണല്ലോ ഈ പഴംപൊരിയും പോത്തിറച്ചിയും കൂടെ മിക്സ് ചെയ്ത് കഴിക്കും എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട് കഴിക്കുന്നത്. പക്ഷെ ഞാൻ കഴിച്ചിട്ടില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ആഗ്രഹമുണ്ട് ഇനി ഇപ്പം എപ്പോഴേലുമൊക്കെ മേടിക്കണം എന്നുള്ളത്. പിന്നെ ചേട്ടനാണെന്നുണ്ടെങ്കിൽ പോത്ത് ബീഫൊന്നും അങ്ങനെ കഴിക്കത്തില്ല. പുള്ളി അങ്ങനെ കഴിക്കത്തില്ല. ബാക്കി ചിക്കനും മട്ടനും അങ്ങനെയൊക്കെ കഴിക്കും, മീനും എല്ലാം കഴിക്കും. ബീഫ് പുള്ളി അത് മാറ്റി വെച്ചാണ്. അവർ ഈ നോർത്തിലൊക്കെ അങ്ങനെ വളർന്നുകൊണ്ട് ബീഫ് ഇടയ്ക്ക് 1-2 പ്രാവശ്യം കഴിച്ചിട്ടുണ്ടോ, ഒരു 5 പ്രാവശ്യമൊക്കെ കഴിച്ചിട്ടുണ്ടായിരിക്കും. അല്ലാതെ പുള്ളിക്ക് കഴിക്കാനൊന്നും താല്പര്യമില്ല. ബീഫിനോടുള്ള ഇഷ്ടക്കുറവുകൊണ്ടൊന്നും അല്ല, ബീഫ് അങ്ങനെ കഴിക്കേണ്ട ദൈവം അങ്ങനെയൊക്കെയുള്ള നോർത്തിലെ ഒരു മൈൻഡാണ് പുള്ളിക്ക് ഉള്ളത്. അപ്പം ഞാനെന്തോ ചെയ്തു, ചായയൊക്കെ ഒന്ന് മാറ്റി കുഞ്ഞിക്കുള്ള 1 ഗ്ലാസ് പാല് തിളപ്പിച്ച് വെച്ചിട്ട് ബാക്കി എല്ലാ പാലോടും ഒരുമിച്ച് തിളപ്പിച്ചിട്ട് ആദ്യം കുഞ്ഞിക്ക് അങ്ങ് ഒഴിച്ച് മാറ്റും. അതിനുശേഷം ഞാൻ ആ ബാക്കി പാലിനകത്തോട്ട് ചായപ്പൊടിയും തേയിലയും പഞ്ചസാരയും കൂടെ ഇഞ്ചിയും കൂടി ഇട്ടൊന്ന് ചായയാക്കി എടുക്കും. ചേട്ടൻ കുറച്ച് ചായ കുടിക്കത്തുള്ളൂ. ഓഫീസിൽ നിന്ന് അവർക്ക് 3 മണിക്ക് ചായയും എന്തെങ്കിലും ഒരു ചെറിയ ഐറ്റം എല്ലാം കിട്ടും. അപ്പോൾ അവർക്ക് കോർപ്പറേറ്റ് ഓഫീസായതുകൊണ്ട് നല്ല ഫുഡും കാര്യങ്ങളും ഒക്കെയാണ് കിട്ടുന്നത്. അപ്പം ഞാനങ്ങനെ അതുകൊണ്ട് തന്നെ വൈകുന്നേരങ്ങളിൽ അങ്ങനെ ഒന്നും ഉണ്ടാക്കാറില്ല. പിന്നെ കുഞ്ഞിക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളോ ഉള്ളപ്പോൾ അങ്ങനെ പറയുമ്പം മാത്രമേ അങ്ങനെ ഉണ്ടാക്കാറുള്ളൂ. പിന്നെ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്നതൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുക ചെയ്യുന്നത്. അപ്പം ഞാൻ അതിന് വേണ്ടി ഒരു ചീനിച്ചട്ടി ഞാൻ ഇത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അങ്ങനെ പാത്രങ്ങളൊന്നും ഞാനങ്ങനെ മീഷോയിൽ നിന്ന് വാങ്ങിച്ചിട്ടില്ല. പക്ഷേ ഞാനൊന്ന് വാങ്ങിച്ചൊന്ന് ട്രയൽ ചെയ്തതാണ്. അപ്പം കാണാനൊക്കെ കൊള്ളാം. ഞാൻ വിചാരിച്ചു ഇത് പന്നലാവുമായിരിക്കും, ഈ പാത്രം ചൂടാവുമ്പം കുഴപ്പമാവും, കറക്കും എന്നൊക്കെ ഞാനൊന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ ഇത് കൊള്ളാം കേട്ടോ, നല്ലതാണ്. നല്ലൊരു സ്റ്റീലിൻ്റെ ഒരു പാത്രമാണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ പാത്രത്തിൻ്റെ ലിങ്ക് വേണം എന്നുണ്ടെങ്കിൽ ഞാൻ കൊടുത്തേക്കാം, കമൻറ്റ് ചെയ്താൽ മതി. ലിങ്ക് ചെക്ക് ചെയ്താൽ മതി ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ. വലിയ വിലയൊന്നുമില്ല, എനിക്ക് തോന്നുന്നു 300 എങ്ങാണ്ട് ആയിട്ടുള്ളൂ. ഇതുപോലെയൊക്കെ ഉള്ള ചെറിയ ചെറിയ കറികളും ഒരു മീഡിയം ലെവലിലൊക്കെ നമുക്ക് എന്തെങ്കിലും കറികളോ ഇതുപോലെയുള്ള വറക്കലോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ നല്ല ഒരു 3 പേരൊക്കെ ഉള്ള ഒരു ഫാമിലിക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പാത്രമൊക്കെ നല്ലതാണ്. ഈസിയാണ്, വെയ്റ്റ്ലെസ് ആണ്. നമുക്ക് ഈസി ആയിട്ട് നടക്കാൻ ക്യാരി ചെയ്യാൻ മീൻസ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്. വെയിറ്റൊന്നും അധികം ഇല്ല. ഇങ്ങനത്തെ ഒരു പാത്രം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര വെയിറ്റാണ്. ഇത് ഞാൻ അല്ലാതെ കടയിലൊക്കെ മേടിക്കുമ്പോൾ നല്ല വെയിറ്റുള്ള പാത്രമാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. പക്ഷേ ഇത് കുഴപ്പമില്ല, വെയിറ്റ് ഇല്ല. ഇനി അറിയത്തില്ല, ഇപ്പോൾ ഉപയോഗിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. 1 പ്രാവശ്യം ഉപയോഗിച്ചു. അപ്പോൾ ഞാൻ എണ്ണ ലാഭിക്കാൻ വേണ്ടിയിട്ട് എണ്ണയും തീർന്നായിരുന്നു. ഇനിയിപ്പോൾ എണ്ണ മേടിക്കണം. അപ്പോൾ എണ്ണ എല്ലാം ഒഴിച്ചു. അപ്പോൾ ഞാൻ എണ്ണ ലാഭിക്കാൻ വേണ്ടി പഴം ഇങ്ങോട്ട് കുത്തി നിറച്ച് വെച്ചു. പക്ഷേ എന്നിട്ട് ഞാൻ കുറച്ച് നേരം കഴിഞ്ഞ് ഇച്ചിരി വേഗാതെ കൊണ്ട് ഇച്ചിരി തീയും കൂട്ടി വെച്ചിട്ട് വിളക്ക് കഴുകാൻ വേണ്ടിയിട്ട് മാറിയായിരുന്നു. അപ്പോഴത്തേക്ക് അടി പിടിച്ചു. പിന്നെ ആ പാത്രം അതൊക്കെ ആയിട്ട് ഒരു മൽപ്പിടുത്തം നടത്തി ഒരു വിധത്തിൽ തിരിച്ചിട്ടു. എന്താണെന്നറിയത്തില്ല, എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാ അവസ്ഥ. കരിയല്ലേന്ന് ഇപ്രാവശ്യം കരിയല്ലേന്ന് വിചാരിച്ചുണ്ടാക്കിയതാണ്, പക്ഷേ കരിഞ്ഞു. പിന്നെ കുഞ്ഞിയും വന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മ അങ്ങനെ ചെയ്യുന്നൊക്കെ കുഞ്ഞ് പറയും. കുഞ്ഞി ഇപ്പം ഭയങ്കര ആക്റ്റീവാണ്. കുഞ്ഞിക്ക് ഒരു ഫ്രീഡം കിട്ടിയ ഒരു ഫീലാണ് ഇവിടെ വന്നപ്പോൾ. അങ്ങനെ ഞാൻ ഫുൾ ടൈം ഉണ്ട്. അപ്പോൾ കുഞ്ഞിക്ക് അങ്ങനെ ഇതില്ല. നേരത്തെ ആണെന്നുണ്ടെങ്കിൽ കുഞ്ഞ് വരുമ്പോൾ ഞാൻ എവിടെയില്ല, ഓഫീസിൽ നിന്ന് വരുമ്പോൾ ഞാൻ എന്തായാലും ഒരു 6:45 ആവും. എനിക്ക് 6 മണി വരെയൊക്കെ ഉണ്ടായിരുന്നു. രാവിലെ കുഞ്ഞിനെ വിട്ടിട്ട് ഞാൻ 2 വീലറിനായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അന്നേരം വീട്ടിൽ വരുമ്പോഴത്തേന് ഇത്ര സമയമാകും. പിന്നെ വന്നിട്ടാണെങ്കിലും നമുക്ക് കുക്കിങ്ങും
ഇതൊക്കെ കാണും. അപ്പം അതുകൊണ്ട് കുഞ്ഞിക്കായിട്ടുള്ള ഒത്തിരി ടൈമൊന്നും എനിക്ക് അങ്ങനെ കുഞ്ഞിക്ക് ഇഷ്ടമുള്ള അങ്ങനെയൊന്നും ഉണ്ടാക്കി ഇതുപോലെയൊക്കെ ഒന്നും കൊടുക്കാനൊന്നും ആ ഒരു വർഷം എനിക്ക് പറ്റിയിട്ടില്ല. എന്നാലും ഞാൻ മാക്സിമം കുഞ്ഞിന് ഇഷ്ടപ്പെട്ട എല്ലാം ഉണ്ടാക്കി കൊടുക്കാൻ, അതായത് മീനൊക്കെ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എപ്പോഴും വൈകുന്നേരം മേടിച്ചുകൊണ്ട് വന്നിട്ട് മീനും അതും ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. മാക്സിമം കുഞ്ഞിന് ഇഷ്ടമുള്ളതായിരുന്നു കൊടുത്തു വിടുന്നത്. അങ്ങനെ അതൊന്ന് ഫസ്റ്റ് ട്രിപ്പ് അതായത് പഴംപൊരിയൊക്കെ ഞാൻ വറുത്തെടുത്തു. അത് പക്ഷേ പാളിപ്പോയി ഇച്ചിരി കരിഞ്ഞു. കുഴപ്പമില്ല, വലിയ കരിച്ചിലില്ല. അതുകൊണ്ട് ഒരു സൈഡ് കരിഞ്ഞുകൊണ്ട് മറ്റേ സൈഡ് ഞാൻ അത്ര അങ്ങോട്ട് കരിക്കാൻ വിട്ടില്ല. അപ്പോൾ ഒരു സൈഡ് കുഴപ്പമില്ലാതെ കഴിക്കാൻ പറ്റും. ഞാൻ വിചാരിച്ചു ആരും കഴിക്കത്തില്ല എന്ന്. പക്ഷേ എനിക്ക് ചേട്ടൻ വന്നു കഴിഞ്ഞപ്പോൾ ചേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ കരിഞ്ഞ ഭാഗമായിരുന്നു. എന്നോട് പറയാം, നല്ല രസമുണ്ടടി ഇത് കടിച്ച് തിന്നാൻ, നല്ല മുരിഞ്ഞിരിക്കുന്നു. അപ്പോൾ എനിക്ക് സമാധാനമായി. ഞാൻ വിചാരിച്ച് വേസ്റ്റായി പോകുന്നു. പിന്നെ രണ്ടാമത്തെ ട്രിപ്പിൽ ഞാൻ അതോടെ ഇട്ടങ്ങ് തീർത്തു. വലുതായിട്ടില്ലായിരുന്നു. രണ്ടാമത്തെ ട്രിപ്പിലാണ്. 3 ട്രിപ്പ് ഉണ്ടായതെന്ന് തോന്നുന്നു. എന്നാലും എണ്ണ തീരാറായതുകൊണ്ട് ഞാൻ അതിലങ്ങ് എങ്ങനെയൊക്കെ ഒന്ന് തീർക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരുന്നതാണ്. അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പും ഇട്ട് കഴിഞ്ഞിട്ട് 2 ട്രിപ്പ് കൊണ്ട് തീർന്നെന്ന് തോന്നുന്നു. എന്തായാലും രണ്ടാമത്തെ ട്രിപ്പ് അത്രയും കരിഞ്ഞില്ല. അപ്പോൾ ഞാനതൊന്ന് കഴിച്ച് നോക്കുകയാണ്. കുഴപ്പമില്ല, കരിഞ്ഞത് ഞാൻ എടുത്ത് കഴിച്ച് നോക്കി, അല്ലാത്തതും കഴിച്ച് നോക്കി. കരിഞ്ഞത് ആദ്യം ഒന്നും ചൂടില്ലാത്തതായിരുന്നു ഞാൻ കഴിച്ചത്. രണ്ടാമത് കഴിച്ചപ്പം നല്ല ചൂടായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു. നല്ല മീഡിയമായിട്ട് പഴുത്തതായതുകൊണ്ട് നല്ലതായിട്ട് ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒത്തിരി പഴുത്ത പഴംപൊരി എനിക്ക് വലിയ ഇഷ്ടമല്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.